ഏതെങ്കിലും ഒരു വ്യക്തി ആൾമാറാട്ടമോ ഒളിമാറാട്ടമോ നടത്തിയിട്ട് ഒരു സ്ഥലത്ത് പിശാചായി വരുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഖുർആനിലോ പ്രവാചകന്റെ തിരുച്ചര്യയിലോ നിങ്ങൾക്ക് പ്രമാണരേഖയായി ഉദ്ധരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈജിപ്തില് ജയിലിൽ കിടക്കുമ്പോൾ ചില സൂഫികൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു. അവിടെ എൻ്റെ കോലത്ത് ചെന്നു എന്നാണ്, എൻ്റെ കോലത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇബ്നു തൈമിയ്യാണെന്ന് അവിടെ പോയിട്ട് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കും പോയിട്ടില്ല, ഞാൻ ജയിലല്ലേ, ഞാൻ എങ്ങനെയാ പോവുക, അത് ശൈത്താൻ്റെ പണിയാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അല്ല ഷെയ്ഖ്, എങ്ങനെ ഞങ്ങൾ ശൈത്താനെ ഉറപ്പിക്കുക, അത് മലക്കായിക്കൂടെ? ഇല്ല, മലക്കാവൂല. കാരണം അവിടെ പോയിട്ട് പറഞ്ഞത് ഞാൻ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞല്ലോ, അത് നോണയാണ്, മലക്ക് നോണ അറിയില്ല. അപ്പോൾ മനസ്സിലാക്കുക ശൈത്താനാണ്. കണ്ടോ, കേട്ടില്ലേ? ഇത് ഖുർആനിലുള്ളതാ, ഇത് പ്രവാചകന്റെ ഹദീസിലുള്ളതാ. അപ്പോൾ ഇവിടെ പ്രമാണങ്ങൾ ഉദ്ധരിക്കണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന തരത്തിലുള്ള പണ്ഡിത വചനങ്ങൾ സ്വീകരിക്കാം, അല്ലാത്തതോ സ്വീകരിക്കുന്നതിന് നിർവാഹമില്ല. അബൂബക്കർ സലഫി പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ മടങ്ങേണ്ടത് കൃത്യമായിട്ടും ഖുർആനിലേക്കും പ്രവാചകന്റെ തിരുചര്യയിലേക്കും ആയിരിക്കണം എന്നത് ഫൈസൽ മുസ്ലിയാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളതിന് ബഹുമാന്യനായ പണ്ഡിതൻ മൂസാ സുലാഹി കാര പ്രമാണത്തിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ കഴിയണം, നിങ്ങൾക്ക് തെളിവുദ്ധരിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത്.